നമസ്കാരം. അശ്വതി നക്ഷത്രക്കാരുടെ 18 അടവുകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ അശ്വതി നക്ഷത്രക്കാരാണ് എങ്കിൽ അഥവാ അശ്വതി നക്ഷത്രക്കാരെ പരിചയമുണ്ട് എങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ ശ്രമിക്കുക. മേടം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. നക്ഷത്രാധിപൻ കേതുവാകുന്നു. രാശാധിപൻ ചൊവ്വയാണ്. ഇതിനാൽ നക്ഷത്രാധിപൻ കേതുവിന്റെയും രാശാധിപനായ ചൊവ്വയുടെയും രവിയുടെയും പൊതു സ്വഭാവം ഈ നക്ഷത്രത്തിൽ പ്രകടമാകും എന്നതാണ് വാസ്തവം. പൊതുഫലം മാത്രമാണ് ഈ പരാമർശിക്കുന്നത്. അതിനാൽ തന്നെ 75% അശ്വതി നക്ഷത്രക്കാർക്കും ഇതവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യമാകുന്നു. എന്നാൽ ജനിച്ച സമയം, ജനിച്ച സ്ഥലം എന്നിവയിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനാൽ തന്നെ ഈ ഫലങ്ങളിൽ വ്യത്യാസങ്ങളും വന്നു ചേരാം, അഥവാ ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരും. പ്രധാനപ്പെട്ടതായ ചില സവിശേഷതകൾ അശ്വതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. ഈ പരാമർശിക്കുന്നതെല്ലാം തന്നെ പൊതുഫല പ്രകാരമാകുന്നു. അശ്വതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രത്യേകത അധികാരം തന്നെയാകുന്നു. എവിടെയും മേധാവിത്വം പുലർത്തുവാൻ ശ്രമിക്കുന്നവരാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാർ. എത്ര പ്രതികൂലമായ സാഹചര്യത്തിലും ഇവർ അധികാരം പുലർത്തുന്നതിൽ സമർത്ഥരാണ്. അധികാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാകുന്നു. വീട്ടിലെ ഇളയവരാണ് എങ്കിലും മറ്റുള്ളവരെക്കാൾ പക്വതയിൽ അല്ലെങ്കിൽ അധികാരത്തിൽ പെരുമാറുന്നവരാകുന്നു. ഇളയവരാണ് എങ്കിലും ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഇവർ പ്രകടിപ്പിക്കുന്നവരാകുന്നു. ഏതൊരു ചുമതലയും ഏറ്റെടുക്കുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് ഇവർ. ചുമതലകൾ ഏറ്റെടുക്കുന്നവർ തന്നെയാണ് ഇവർ. സഹോദര ഗുണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവെ ഇവർ പ്രതീക്ഷിക്കുന്ന അത്രയും സഹോദര ഗുണം ലഭിക്കണം എന്നില്ല. പിതാവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നിരുന്നാൽ പോലും ഇവരുടെ പ്രതീക്ഷയ്ക്ക് അത്രയും വരണം എന്നില്ല. അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും ഇവരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നവരാണ് ഇവർ. മറ്റുള്ളവരുടെ താങ്ങ് ഇല്ലാതെ തന്നെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നവർ എന്ന പ്രത്യേകതയുണ്ട്. അത്തരത്തിൽ ഏതൊരു കാര്യത്തിലും ഒറ്റയ്ക്ക് മുന്നേറി വിജയങ്ങൾ നേടുവാനും ചില അവസരങ്ങളിൽ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഒറ്റയ്ക്ക് വിജയങ്ങൾ നേടുവാൻ പ്രാപ്തിയുള്ള വ്യക്തികൾ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരായ വ്യക്തികൾ. അധ്വാനിക്കുന്നവരാണ് ഇവർ. കൂടുതലായി അധ്വാനിക്കുന്നവരാണ്. അധ്വാനിക്കുവാൻ യാതൊരുവിധ മടിയുമില്ലാത്ത വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയാം. സ്വന്തമായി ലക്ഷ്യബോധം വരികയാണ് എങ്കിൽ, അതായത് ഇവർക്കൊരു ലക്ഷ്യബോധമുണ്ട് എങ്കിൽ തീർച്ചയായും അതിനുവേണ്ടി അധ്വാനിക്കുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് ഇവർ. ആ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ പരമാവധി ശ്രമിക്കുന്നു എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. അതിനാൽ അത്രമേൽ അധ്വാനശേഷിയുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ. ആധ്യാത്മിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കാം. ആധ്യാത്മികമായ വിഷയങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാർ. താന്ത്രികമായ കാര്യങ്ങളിൽ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതാകുന്നു. അത്തരം കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും അത് ജീവിതത്തിൽ എപ്രകാരം കൊണ്ടുവരുവാൻ സാധിക്കും എന്നീ ചിന്തകൾ പലപ്പോഴും മനസ്സിലേക്ക് കടന്ന് വരുന്നവരാകുന്നു. അതവരുടെ ജീവിത സാഹചര്യത്താൽ കൂടിയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരാമർശിക്കാനായിട്ടുണ്ട്. ഇവർ മറ്റുള്ളവർക്ക് ഔഷധം അഥവാ മരുന്ന് നൽകുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് ഫലിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അഥവാ ഇവർ മരുന്ന് നൽകുകയാണ് എങ്കിൽ, ഇവരുടെ കൈകളാൽ മരുന്ന് നൽകുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ രോഗമുക്തിക്കുള്ള സാധ്യത കൂടുതലാകുന്നു. അശ്വനി ദേവതകളാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ഇവർ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം ഉയർച്ച ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സങ്കീർണമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം ഉള്ള പരിസ്ഥിതിയിൽ എത്ര പ്രശ്നത്തിലാണ് എങ്കിലും അവ തരണം ചെയ്യുവാനുള്ള മനസാന്നിധ്യവും കഴിവും ഇവർക്കുണ്ട്.
അതിനാൽ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അതിൽ നിന്നും തരണം ചെയ്യുവാൻ സാധിക്കുന്നവരാണ്. കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് എന്ന കാര്യവും ഇവർ വിസ്മരിക്കുവാൻ പാടുള്ളതല്ല. അത് മറ്റുള്ളവരും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാകുന്നു. ശാന്തമായി പെരുമാറും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ശാന്തമായി പെരുമാറുവാനും മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാനും സാധിക്കും. എട്ടാമത്തെ ഗുണമായി പരാമർശിക്കുന്നത് അഥവാ എട്ടാമത്തെ അടവായി പരാമർശിക്കുന്നത് പണം ചെലവഴിക്കാൻ മടിയുള്ള വ്യക്തികളാണ് ഇവർ. എന്നാൽ പ്രത്യേക കാര്യം നേടാൻ എത്ര പണം വേണമെങ്കിലും ചെലവാക്കുവാൻ ഇവർ തയ്യാറാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം അഥവാ ഒൻപതാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് എടുത്തുചാട്ടമാകുന്നു. എടുത്തുചാട്ടം അല്പം കൂടുതലാണ് നിങ്ങൾക്ക്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില അവസരങ്ങളിൽ കയറെടുക്കുന്നതായ സ്വഭാവം. എപ്പോഴും വലിയ ചതികളിൽ ഇവരെ കൊണ്ടുചെന്നെത്തിക്കും ഇത്തരത്തിലുള്ള എടുത്തുചാട്ടം എന്ന കാര്യം ഓർക്കുക. നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ എടുത്തുചാട്ടം നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. ഭാവിയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരാം. അപ്പോൾ ഞാൻ ഈ പരാമർശിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് മുന്നോട്ട് പോവുക. പത്താമത്തെ കാര്യമായി പരാമർശിക്കുന്നത് വരവിനനുസരിച്ച് പണം. പത്താമത്തെ കാര്യമായി പരാമർശിക്കുന്നത് എത്ര തന്നെ പണം വന്നാലും കയ്യിൽ പകുതി മാത്രമേ കാണൂ. എത്ര പിടിച്ചാലും ചെലവുകൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേയിരിക്കും. അത് അനാവശ്യമായ ചെലവുകളുമാകാം. ഇത് ഇവരുടെ പൊതു സ്വഭാവമാകുന്നു. കടം നൽകിയാൽ തിരികെ ലഭിക്കുവാൻ അത് പാടാണ് എന്ന കാര്യവും ഓർക്കുക. വളരെയധികം പ്രയാസപ്പെട്ടാണ് ചിലപ്പോൾ ലഭിക്കുക, ചിലപ്പോൾ ലഭിച്ചില്ല എന്നും വരാം. അതിനാൽ കടം നൽകുമ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർത്തതിന് ശേഷം നൽകുവാൻ ശ്രമിക്കുക. 11ാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് ഇവരെ ഒട്ടുമിക്കവാറും ഇടിച്ചു താഴ്ത്തുവാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നതാകുന്നു. അതായത് നിങ്ങൾക്ക് അർഹതയുള്ള കാര്യങ്ങളിൽ പോലും അനർഹരായ വ്യക്തികൾ നേട്ടങ്ങൾ കൊയ്യുന്നതാകുന്നു. നിങ്ങളെ താഴ്ത്തും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങൾ ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് വരാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാകുന്നു. പലപ്പോഴും അവഗണന പ്രതീക്ഷിക്കാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും അവഗണന ലഭിച്ചു എന്ന് വരാം. സഹായിച്ചവർ പോലും പല അവസരങ്ങളിലും നിങ്ങളെ തിരിഞ്ഞ് നോക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങളും വന്നു ചേരാം. അതായത് വളരെയധികം വിഷമങ്ങൾ വന്നു ചേരുന്ന സാഹചര്യം. നിങ്ങൾ പ്രതീക്ഷിക്കും അവർ സഹായിക്കും എന്ന്. പക്ഷേ അവർ നിങ്ങളെ വേണ്ട വിധം സഹായിക്കില്ല എന്ന് മാത്രമല്ല, അവഗണിക്കുകയും ചെയ്യാം. അവരുമായി ബന്ധപ്പെട്ട് ദോഷങ്ങളും വന്നു ചേരാം. എന്നാൽ 30 വയസ്സിന് ശേഷം ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. 12ാമത്തെ കാര്യമായി അതാണ് പരാമർശിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ 30 വയസ്സിന് ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ്. വലിയ ഉയർച്ച വന്നു ചേരാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്നോർക്കുക. ഇവർക്ക് 30 വയസ്സ് മുതൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടിയെത്തും. 13ാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് വിവാഹ ജീവിതമാണ്. പുറമെ മാതൃക ദമ്പതികളായിരിക്കും ഇവർ. മറ്റുള്ളവർക്ക് പോലും തോന്നും മാതൃക ദമ്പതികളായി തോന്നും. വലിയ ബഹുമാനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത സമൂഹത്തിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്നതുമാണ്. എന്നാൽ ശരിക്കും നോക്കുകയാണ് എങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം പരാജയമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം. 14ാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ ശാന്തമാവുകയും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നവരാകുന്നു. മൂഡ് സ്വിങ്സ് കൂടുതലായുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. 15ാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് ഈശ്വരാനുഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. സഹായത്തിനായി ആരും തന്നെ ഉണ്ടാകണം എന്നില്ല. എന്നാൽ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും വിധം ദൈവാനുഗ്രഹത്താൽ തടസ്സങ്ങൾ നീങ്ങി ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഇഷ്ടദേവതയെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും.
അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുകയും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. 16ാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് ആഢ്യത്യമാകുന്നു. മുഖത്ത് ആഢ്യത്യമുള്ളവരാണ് നിങ്ങൾ. ബുദ്ധിശക്തി നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്നതും വാസ്തവമാണ്. പലപ്പോഴും ബുദ്ധി വൈഭവം കൊണ്ട് പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കും. വശ്യമായ കണ്ണുകൾ നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. ഇത് പലപ്പോഴും മറ്റുള്ളവർ പറയുന്നതായ കാര്യമോ അല്ലെങ്കിൽ പറയാൻ സാധ്യതയുള്ള കാര്യമോ ആകാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും പൊതുവെ ആരോഗ്യപരമായ ഉയർച്ച ഉണ്ടാകുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. 17ാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് ഇവർക്ക് ഉൾക്കൊള്ളാനാവാത്ത കാര്യങ്ങളാണ് എങ്കിൽ, ആശയങ്ങളാണ് എങ്കിൽ, അവർക്ക് ഒരു രീതിയിലും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ശക്തമായി തന്നെ ഇവർ എതിർക്കും, ശക്തമായി തന്നെ ഇവർ വിയോജിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. 18ാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് ആത്മവിശ്വാസമാണ്. വളരെയധികം ആത്മവിശ്വാസമുള്ളവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ പരാജയത്തിൽ തളരാതെ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നവരും അതിൽ വിജയങ്ങൾ കാണുന്നവരുമാണ് പൊതുവെ നിങ്ങൾ. ആത്മവിശ്വാസത്താൽ നിങ്ങൾക്ക് പരാജയപ്പെടും എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാൽ എപ്പോഴും ആത്മവിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോവുക. ഈ 18 അടവുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തും എന്ന കാര്യം നിസ്സംശയം പറയാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എങ്കിലും ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വന്നു ചേരേണ്ട ആ ദുരിതങ്ങളെ ഒഴിവാക്കുകയോ ചെയ്യാം.